കേരള സ്റ്റോറി 2 ഇത് റിലീസായതിനു ശേഷം കേരളം മുഴുവൻ ഇപ്പോൾ വലിയ വിവാദങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വല്ലാത്ത ചൊറിച്ചിലും അസഹിഷ്ണുതയും ഒക്കെ ഉണ്ടാകുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട്. സിനിമയെ സിനിമയായി കാണണമെന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് എന്ന് പറയുന്നവർ ചില സിനിമകളും അതിന്റെ പ്രമേയങ്ങളും കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു പ്രശ്നമുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഊളത്തരമാണ് എന്ന് പറയുന്ന വിവരക്കേടുള്ള ചില ആളുകൾ, എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകൾ, അവർക്കൊരു പ്രശ്നവുമില്ല. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തുടക്കത്തിലേ പറയട്ടെ. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോ ആദ്യം കേരള സ്റ്റോറി പാർട്ട് 1 വന്നപ്പോൾ ഉള്ള പ്രശ്നം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോ ഇതിൽ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില പരാമർശങ്ങൾ. അതിനുവേണ്ടി SFI ഇന്ന് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും പൊറോട്ടയും ബീഫും വിളമ്പുന്ന, അവർക്ക് പിന്നെ അതാണല്ലോ ജോലി. കാരണം SFIക്കാർക്ക് പിന്നെ എന്തും പറയാമല്ലോ, കാരണം അവര് അങ്ങനെയാണല്ലോ. ജീവിച്ചിരിക്കുന്ന അധ്യാപകന് കുഴിമാടമൊരുക്കുകയും റീത്ത് വയ്ക്കുകയും ചെയ്യുന്ന SFIക്കാർ കൂടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടിയോട് അല്ലെങ്കിൽ വനിതാ നേതാവിനോട് കൂടുതൽ കളിച്ചാൽ നിനക്ക് കൊച്ചുണ്ടാക്കി തരും എന്ന് പറയുന്ന SFI നേതാക്കന്മാർ, ഇവരൊക്കെയുള്ള പാർട്ടി, പ്രിൻസിപ്പൽമാരെ പൂട്ടിയിടുന്ന നേതാക്കന്മാർ, കുട്ടികൾ, ഇവരൊക്കെയാണ് ഇവരുടെ പ്രവർത്തകർ. അതുകൊണ്ട് ഇവർക്കല്ലാതെ മറ്റാർക്കും ഇത് പറയുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ ക്യാമ്പസുകളിൽ മുഴുവൻ ബീഫും പൊറോട്ടയും വിളമ്പണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ കേരള സ്റ്റോറി 2 കാണാത്തവർ അതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് എന്നറിയാൻ ആ സിനിമ ഒന്ന് കാണട്ടെ. കണ്ടിട്ട് മാറി ചിന്തിക്കണം എന്ന് തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ ചെയ്തോട്ടെ. എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്നുള്ളതാണ്. ഘോരമായി നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇതിലെ കുറച്ച് വസ്തുതകൾ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. 2019 കണക്കുകൾ പ്രകാരം IS-ൽ പോയ ഇന്ത്യക്കാരിൽ 100 പേർ കേരളത്തിൽ നിന്നുള്ളവരെന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും വേണ്ട, 1 2 ഈ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് കേട്ടോ 32,000 പേർ പോയി എന്നാണ് കേരള സ്റ്റോറിയിൽ പറഞ്ഞത്. പിന്നീട് അത് കോടതി ഇടപെട്ടു, കോടതി വെല്ലുവിളിച്ചു, അത് 3 ആയി എന്നുള്ളത്. 1 ആയാലും 3 ആയാലും കൊണ്ടുപോകുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റുന്നത് പ്രണയമല്ല. പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റി ഭീകര പ്രവർത്തനങ്ങൾക്ക് ആടുമേക്കാൻ സിറിയ പോലുള്ള രാജ്യങ്ങളിൽ എത്തിക്കുന്നത് പ്രണയമല്ല. അതിനാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ആവർത്തിച്ചു പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. 100 പേരുടെ കണക്കുകളാണ് പറയുന്നത്. ഈ കണക്കുകൾ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി 3 ആണ് എങ്കിൽ പോലും എന്തിനങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. എന്തിനാണ് മലപ്പുറത്തെ സത്യസരണി പൂട്ടിയത്? എന്തിനാണ് അവിടെ റെയ്ഡ് നടത്തിയത്? എന്താ ഇതിനൊന്നും ഉത്തരമില്ലേ? എന്തുകൊണ്ട് അതിനെക്കുറിച്ച് വാർത്തകൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത നൽകാത്തത്? ഇതൊക്കെ ചില അജണ്ടകളുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ സംഘിയാക്കും, ഇത് പറഞ്ഞാൽ BJP ആക്കും, ഇത് പറഞ്ഞാൽ RSS ആക്കും. ഇനി എന്താക്കിയാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. PC ജോർജ് 2025 അത് PC ജോർജിന്റെ ആരോപണമാണ്. അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. എങ്കിൽ പോലും PC ജോർജ് പറഞ്ഞത് മീനച്ചൽ താലൂക്കിൽ നിന്ന് ഏകദേശം 400 പേരിലധികം പേർ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 400-ലധികം. അത് PC ജോർജിന്റെ ആരോപണമാണ്. അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. എങ്കിൽ പോലും അതും ഒരു നേതാവ് ആരോപിച്ചതാണ്. കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാരും പറയരുത്. അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിമിഷയുടെ വീട്ടിലേക്കൊന്ന് പോകണം. ബിന്ദുവിന്റെ വീട്ടിൽ പോയാൽ ബിന്ദു പറയും എന്താണ് നിമിഷയ്ക്ക് സംഭവിച്ചത്. ഇവിടുന്ന് പോയ പലർക്കും തിരികെ വരണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാർ കൊണ്ടുവരാത്തത്? ഭീകര കേന്ദ്രങ്ങളിൽ പോയ ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരെ
എന്തിന്റെ പേരിലാണ് തിരിച്ച്, എന്ത് ധൈര്യത്തിലാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആശങ്കയുടെ പുറത്താണ് ഇന്ത്യൻ സർക്കാർ അവരെ ഉപേക്ഷിച്ചത്. പോകുന്നവരുടെയൊക്കെ ഗതി അധോഗതിയാണ്. ഇനി എത്രയൊക്കെ നിങ്ങൾ ഇല്ല എന്ന് ആരെയൊക്കെ സന്തോഷിപ്പിക്കാനും ആരെയൊക്കെ അല്ലെങ്കിൽ ആരുടെയൊക്കെ അജണ്ട നടപ്പിലാക്കാനും നിങ്ങൾ ഘോരമിരുന്ന് പ്രസംഗിച്ചാലും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുഖം തിരിക്കാം, പുച്ഛിക്കാം, കാർക്കിച്ച് തുപ്പാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ എത്രയൊക്കെ നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുമെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി സ്ലം ഡോഗ് മില്യണർ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങി. അത് ഭാരതത്തെ അപമാനിക്കുന്ന സിനിമയാണ്. ആ സിനിമ ഇവിടെ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കാർക്കും എന്താണ് ഇത്ര ബുദ്ധിമുട്ട്, സങ്കടവും വിഷമവും ഉളുപ്പില്ലായ്മയും തോന്നാത്തത്? എന്താണ്? കേരളത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ചോര തിളയ്ക്കുന്നത്? ഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ ചോര തിളക്കില്ല. ഭാരതം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ഭാരതത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് ഞങ്ങളുടെ സർക്കാരിനെ തൊട്ടാൽ ഞങ്ങൾക്ക് വല്ലാത്ത പ്രശ്നമുണ്ടാകും എന്നുള്ളതാണോ? പറയുമ്പോൾ ഇന്ത്യ മൊത്തത്തിൽ അപമാനിക്കുമ്പോൾ അത് അപമാനമല്ലേ? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഗോദ്ര കലാപത്തെക്കുറിച്ചും ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ BJP പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ ഇവിടത്തെ അന്തി ചർച്ചകളിൽ പറഞ്ഞത് എന്താണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്താ കേരള സ്റ്റോറി 2-ന് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടേ? എമ്പുരാന് മാത്രം മതിയോ ആവിഷ്കാര സ്വാതന്ത്ര്യം? എമ്പുരാന്റെ അജണ്ടകൾ മാത്രം, എമ്പുരാനിലെ അജണ്ടകൾ, ഒളിച്ചു കടത്തുന്ന അജണ്ടകൾ മാത്രം ഇവിടെ നിലനിന്നാ മതിയോ? യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന കേരള സ്റ്റോറി 2 പോലെയുള്ളത് ഇവിടെ വേണ്ടേ? അതായത് വരും തലമുറ ഇത്തരം സിനിമകൾ കണ്ട് അവർക്ക് ബോധമുണ്ടാകുമോ എന്നുള്ള ഭയമാണ് നിങ്ങൾക്ക്. ആ ഭയത്തിന്റെ പേരിലിരുന്ന എന്ത് വിടുവായിത്തരവും വിളിച്ചു പറയാൻ നിങ്ങൾ തുനിയരുത്. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും. ഇനി കശ്മീരിലെ വിധവകളുമായി ബന്ധപ്പെട്ട വാട്ടർ സിനിമ, അത് അഭിമാനം എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. കശ്മീരിലെ വിധവകളെ കാണിക്കുന്ന സിനിമ പറഞ്ഞപ്പോൾ അത് അഭിമാനമായ സിനിമയാണ് എന്ന് പറഞ്ഞവരാണ്. അവിടെ എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടേ? MF ഹുസൈൻ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ചിത്രകാരൻ സരസ്വതി ദേവിയെ വളരെ മോശമായി വരച്ചു വെച്ചപ്പോൾ അതിനെ അഭിമാനം കൊണ്ടവരാണ് നിങ്ങൾ. അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അപ്പോഴെന്താ ആവിഷ്കാരം? അപ്പോ ഈ ഒരു ഉളുപ്പില്ലായ്മയും ഈ അസ്വസ്ഥതയും ഈ ചൊറിച്ചിലും ഈ പ്രശ്നങ്ങളും ഒക്കെ എങ്ങോട്ടാണ് പോയത്? മീശ നോവലിൽ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ കുറിച്ച് ഹരീഷ് എന്ന് പറയുന്ന നോവലിസ്റ്റ് 2018 മാതൃഭൂമിയുടെ വാരികയിൽ എഴുതിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളും അസഹിഷ്ണുതയും ബുദ്ധിമുട്ടും ഉണ്ടാവാത്തത്? അത് ഹിന്ദു സ്ത്രീകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണോ? ഹിന്ദുക്കളെ കുറിച്ച് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ആർഷഭാരത വിദ്യാലയത്തിൽ പോയി നോക്കണം എത്ര ലവ് ജിഹാദിനിരയായി എത്ര പെൺകുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ളത്. വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, കാണാൻ കഴിയും. പലരും പറഞ്ഞതിന്റെ നേർരേഖകൾ അതിൽ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നവുമല്ല, അത് മറ്റു ചില പ്രശ്നങ്ങളാണ്. അതിന് കേരളത്തിൽ മരുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ അതിന് കൃത്യമായ മരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഹരീഷിന് 2020 സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു. ഹിന്ദു സ്ത്രീകളെ ഇത്രയും മോശമായി പറഞ്ഞ, അമ്പലത്തിൽ സാരി ഉടുത്ത് കുളിച്ച് ഹിന്ദു സ്ത്രീകൾ പോകുന്നത് എന്തിനാണെന്ന് ഇത്രയും മോശമായി പറഞ്ഞ ഹരീഷിന് 2020 സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്ത നാടാണ് കേരളം. ഒന്ന് ആലോചിച്ച് നോക്കണം. ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്ത പ്രശ്നവും അസഹിഷ്ണുതയും ലോകത്തില്ലാത്ത ചൊറിച്ചിലും, ബീഫ് കഴിക്കുന്നു, ബീഫ് വിളമ്പും, നിങ്ങൾ എന്ത് വേണോ കാണിച്ചു, അതൊരു വിഷയമുള്ള കാര്യമല്ല. BJPയോ RSSോ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരോ ബീഫ് കഴിക്കരുതൊന്നും പറഞ്ഞിട്ടില്ല. UPയുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അവിടെ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. പശുവിനെ തല്ലിക്കൊല്ലുക, പശുവിനെ ഉപദ്രവിക്കുക, അവരുടെ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്. അത് നമുക്ക് തിരുത്താൻ കഴിയില്ല. കേരളത്തിലെ ഏതെങ്കിലും ഹോട്ടലിൽ ഏതെങ്കിലും ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കയറി പിടിക്കുകയോ, ബീഫ് വെക്കുന്ന ഹോട്ടലുകളെ പൂട്ടിക്കുകയോ, ബീഫ് കഴിക്കുന്നവന്റെ തല വെട്ടുകയോ, ബീഫ് കഴിക്കുന്നവനെ അടിച്ചു കൊല്ലുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നടന്നാൽ അതൊക്കെ അങ്ങ് മൂടി വെക്കുക, മറ്റെവിടെയെങ്കിലും നടന്നാൽ പെരിപ്പിച്ച് കാണിക്കുക. ഈ ഒരു എന്താ പറയുക, ഇരട്ടത്താപ്പ്, 2 വെള്ളത്തിൽ കാല് ചവിട്ടിയുള്ള ഈ ഒരു നിലപാട്
അതത്ര നല്ലതാണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഇവിടുത്തെ യുവതലമുറയോടാണ് പറയാനുള്ളത്, കേരള സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും അതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്റെ നേരായ രീതി മനസ്സിലാക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ, സിനിമ എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇവിടെ സൈന്യത്തിനെ കുറിച്ച് സിനിമ ഇറങ്ങും, പിന്നെ പല തരത്തിൽ തീവ്രവാദത്തെ കുറിച്ച് പറയുന്ന സിനിമ ഇറങ്ങും, എന്റർടൈൻമെന്റ് സിനിമ ഇറങ്ങും, പ്രണയത്തിനെ കുറിച്ചുള്ള സിനിമ ഇറങ്ങും. ഇതൊക്കെ ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എമ്പുരാൻ ഇറങ്ങുമ്പോഴും ഗോദ്ര കലാപത്തെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം കേരള സ്റ്റോറി ഇറങ്ങുമ്പോഴും കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ കാണിക്കാതിരിക്കുന്നതാണ് നിന്റെയൊക്കെ ഉളുപ്പില്ലായ്മ.